ന്യൂസിലേക്ക് സ്വാഗതം. തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷനെ ചെമ്പേരിയിൽ ഇന്ന് തുടക്കം. 4 മണി മുതൽ രാത്രി 9:30 വരെ നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ ലൂർദ് മാതാ ബസിലിക്കയിലാണ് നടത്തപ്പെടുന്നത്. അണക്കര മരിയൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വളമനാലാണ് കൺവെൻഷൻ നയിക്കുന്നത്. 4 മണിക്ക് ജപമാലയോടെ കൺവെൻഷൻ ആരംഭിച്ചു. തുടർന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു. അതിനുശേഷം ബസിലിക്ക റെക്ടർ റെവറൻഡ് ഡോക്ടർ ജോർജ് കാഞ്ഞിരങ്ങാട്ട് കൺവെൻഷൻ വേദിയിൽ ബൈബിൾ പ്രതിഷ്ഠ നടത്തും. മാർച്ച് 16-ാം തീയതി വരെയാണ് കൺവെൻഷൻ. അമേരിക്കൻ സംസ്ഥാനമായ കൻസാസിലെ ക്യാപിറ്റോൾ മന്ദിരത്തിൽ സാത്താനിക സംഘം പൈശാചികമായ സാത്താൻ ആരാധന നടത്തുവാൻ പദ്ധതിയിട്ട സാഹചര്യത്തിൽ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനവുമായി കത്തോലിക്ക മെത്രാൻമാർ. മാർച്ച് 28 വെള്ളിയാഴ്ച പരിശുദ്ധ കുർബാനയെ അവഹേളിച്ച് പൈശാചികമായ ആരാധന നടത്തുവാനുള്ള നീക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് മെത്രാൻമാർ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്തത്. ക്യാപിറ്റോളിനുള്ളിൽ നടക്കാനിരിക്കുന്ന ദൈവനിന്ദാപരമായ കാര്യങ്ങളെക്കുറിച്ച് തങ്ങൾക്ക് അറിയാമെന്നും ആസൂത്രിതമായ പരിപാടിയെ പ്രതിരോധിക്കാൻ ആത്മീയവും നിയമപരവുമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു വരികയാണെന്നും മെത്രാൻമാർ അറിയിച്ചു. നൈജീരിയയിൽ തുടർച്ചയായി നടക്കുന്ന വൈദിക നരഹത്യയിൽ അതീവ ദുഃഖം പ്രകടിപ്പിച്ച് കത്തോലിക്ക മെത്രാൻ. ഏറ്റവും അവസാനമായി വിഭൂതി ബുധനാഴ്ച കൊല്ലപ്പെട്ട ഫാദർ സിൽവസ്റ്റർ ഒക്കെച്ചിക്യു എന്ന വൈദികന്റെ ദാരുണ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ കഫൻചാൻ ബിഷപ്പ് ജൂലിയസ് യാക്കൂബാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഫാദർ സിൽവസ്റ്ററിന്റെയും മറ്റെല്ലാ നിരപരാധികളുടെയും രക്തം നീതിക്കു വേണ്ടി നിലവിളിക്കുകയാണെന്ന് ബിഷപ്പ് പറഞ്ഞു. വൈദികരുടെ തട്ടിക്കൊണ്ടുപോകലുകളും കൊലപാതകങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അടിയന്തര സർക്കാർ നടപടി ഉണ്ടാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ക്രൈസ്തവരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ നിർണായക നടപടികൾ സ്വീകരിക്കണമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ഞാനൊരു നല്ല പുരോഹിതനാകാൻ പഠിച്ചത് ജയിലിൽ നിന്നാണെന്ന് ഇറ്റാലിയൻ ജയിലുകളിലെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് ചാപ്ലിൻ ഫാദർ റാഫേൽ ഗ്രിമാൽഡി. പ്രത്യാശയുടെ ജൂബിലി വർഷത്തിൽ ചരിത്രത്തിലാദ്യമായി ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറ്റാലിയൻ ജയിലിലെ റെബബിയയിൽ കരുണയുടെയും സാമീപ്യത്തിന്റെയും പ്രത്യാശയുടെയും അടയാളമായി തടവുകാരെ സ്വാഗതം ചെയ്യുന്ന വിശുദ്ധ വാതിൽ തുറന്നതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ അനുഭവം പങ്കുവച്ചത്. അതേസമയം ഫ്രാൻസിസ് മാർപ്പാപ്പ അതിവേഗം സുഖം പ്രാപിക്കുന്നതിനായി തടവുകാർ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടെന്നും ജമല്യ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹം അയച്ച ഓഡിയോ സന്ദേശം കേൾക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞെന്നും ഫാദർ റാഫേൽ കൂട്ടിച്ചേർത്തു. മലങ്കര മെത്രാപ്പോലിത്തായും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് പ്രസിഡന്റുമായ അഭിവന്യ മോർ ഗ്രിഗോറിയസ് ജോസഫ് മെത്രാപ്പോലിത്തായുടെ കാതോലിക സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക സംഘം ലെബനോനിൽ എത്തിച്ചേരും. വ്യവസായ വാണിജ്യ നിയമ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിന്റെ നേതൃത്വത്തിലാണ് ലെബനോനിൽ ഔദ്യോഗിക സംഘം എത്തിച്ചേരുന്നത്. മാർച്ച് 25 ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് ലെബനോനിലെ സെന്റ് മേരീസ് സിറിയൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലാണ് കാതോലിക്ക സ്ഥാനാരോഹണ ശുശ്രൂഷ നടക്കുക. ആഗമന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോറോൻ മോർ ഇഗ്നാത്യോസ് എഫ്രേം ദിദിയൻ പാത്രിയാർക്കിസ് ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സ്ഥാനാരോഹണ ശുശ്രൂഷകൾ. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.